പോളിംഗ് ബൂത്തുകളിൽ രാവിലെ മോക്ക് പോളിംഗ് ആരംഭിക്കുകയാണ്. 7 മണിക്ക് പോളിംഗ് തുടങ്ങും. കൊല്ലം കോർപ്പറേഷനിൽ പോളിംഗ് കേന്ദ്രമായ ഫാത്തിമ മാതാ കോളേജിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എം മനോജ്, തിരുവനന്തപുരം കോർപ്പറേഷൻ 25 നമ്പർ ബൂത്തിൽ നിന്ന് പ്രജിത് മോഹൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡ് പരിധിയിലെ RK-NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ശാലിനി, കൊച്ചി എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നിഷ ദിലീപ് ഇവരായിരിക്കും പ്രേക്ഷകരിലേക്ക് ആ തെരഞ്ഞെടുപ്പ് വാർത്തകൾ അപ്പോൾ തന്നെ ചൂടായി അറിയിക്കുന്നത്. ആദ്യം നമുക്ക് കൊല്ലത്തേക്ക് പോകാം. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, മോക്ക് പോളിംഗ് അവിടെ കൊല്ലത്ത് ആരംഭിച്ചിട്ടുണ്ടോ? ഒപ്പം എപ്പോഴാകും ഈ വോട്ടെടുപ്പ് തുടങ്ങുക? എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടില്ലേ അവിടെ? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ്. കൊല്ലം കോർപ്പറേഷനിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോളിംഗ് കേന്ദ്രമാണ്. ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അങ്ങനെ തുടരുകയാണ്. രാവിലെ തന്നെ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും ഏജന്റുമാരെയൊക്കെ ഇവിടെ എത്തിച്ചുകൊണ്ട് തന്നെ ഈ മോക്ക് പോളിംഗ്, അതായത് കൃത്യമായിട്ടുള്ള പരിശോധന തന്നെയാണ് നടത്തുന്നത്. എല്ലാ മെഷീനുകളും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരാൾ വന്നു കഴിഞ്ഞാൽ എത്തരത്തിലാണ് അവർ വോട്ടിടേണ്ടത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവരുമായി ചർച്ച ചെയ്ത് തന്നെ അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതെല്ലാം പരിശോധിച്ച ശേഷമാകും ഇനി പോളിംഗിലേക്ക്, അതായത് 7 മണിയോടുകൂടിയാണ് പോളിംഗിലേക്ക് കടക്കുന്നത്. അതിനുവേണ്ടി വോട്ടർമാരൊക്കെ എത്തിത്തുടങ്ങും. എന്തായാലും ഈ ഒരു ദിനത്തിന് വേണ്ടി തന്നെയാണ് എല്ലാവരും അങ്ങനെ കാത്തിരുന്നത്. ഇപ്പോൾ ആ സമയം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 7 മണിയോടുകൂടി തന്നെ ആദ്യ വോട്ടിംഗ് തുടങ്ങും. എന്തായാലും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ 4 ഈ ഒഫീഷ്യൽസും അതോടൊപ്പം തന്നെ സുരക്ഷയ്ക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടാകും. ഈ കൊല്ലം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ 68 പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ 11 ബ്ലോക്ക് ഡിവിഷനുകളും 4 നഗരസഭകളും അതോടൊപ്പം കോർപ്പറേഷൻ, പിന്നീട് ജില്ലാ പഞ്ചായത്ത് എന്നീ തലങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ആകെ 1698 സീറ്റുകളിൽ 5652 സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ 2514 പുരുഷന്മാരും അതോടൊപ്പം തന്നെ വനിതകൾ 3138 എന്തായാലും അതിനു വേണ്ട തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരടക്കം, അതായത് ഈ എല്ലാ ബൂത്തുകളിലും വേണ്ട തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം പോലീസ് എന്നീ ഉദ്യോഗസ്ഥരടക്കം വിന്യസിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായത് 61 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഇവിടെയൊക്കെ തന്നെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ ഈ വീഡിയോ റെക്കോർഡിംഗ് അടക്കം ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുക. അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 61 പ്രശ്നബാധിത ബൂത്തുകൾ. അവിടെ എന്തെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അത് കൃത്യമായും വീഡിയോ റെക്കോർഡ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ആരോപണങ്ങളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായും ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുക. എന്തായാലും ഇന്ന് വളരെ പ്രതീക്ഷയിലാണ് മുന്നണികളും. തീർച്ചയായും മനോജ്, എന്തായാലും കൊല്ലത്തെ ആ ബൂത്ത് വളരെ പ്രതീക്ഷയോടെ വോട്ടർമാരെ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി എം മനോജാണ് വളരെ വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോകണം. അവിടുത്തെ പ്രധാനപ്പെട്ട വാർഡായ ശാസ്തമംഗലം വാർഡ് പരിധിയിലെ RK-NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ശാസ്തമംഗലം വാർഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് തലസ്ഥാന നഗരിയിൽ. എന്തായാലും അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടോ ശാലിനി? അശ്വതി, നമസ്തേ, ഗുഡ് മോർണിംഗ്. അശ്വതി സൂചിപ്പിച്ചതുപോലെ കൊട്ടിക്കലാശവും പ്രചരണവും നിശബ്ദ പ്രചരണവും ഒക്കെ പൂർത്തിയായി. ഇന്നിപ്പോൾ തലസ്ഥാനമടക്കം 7 ജില്ലകൾ തദ്ദേശ പോരിൻ്റെ ആദ്യഘട്ട പോളിംഗിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് RK-NSS സ്കൂളിലാണ്. ശാസ്തമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിംഗ് സ്റ്റേഷനാണ്. 6 ബൂത്തുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ മോക്ക് പോളിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ബൂത്ത് ഏജന്റുമാരടക്കമുള്ളവർ ഇവിടെയുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് നടക്കുകയാണ്. 7 മണിയോടുകൂടിയാണ് ശരിയായി പോളിംഗ് ആരംഭിക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥികളൊക്കെ വാശിയേറിയ മത്സരം കാഴ്ചവെച്ച, ഒപ്പം തന്നെ കലാശക്കൊട്ടും കൊട്ടിക്കലാശവും ഒക്കെ കൊട്ടിക്കയറിയ ഒരു മേഖല കൂടിയാണ് ശാസ്തമംഗലം. ശാസ്തമംഗലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊട്ടിക്കലാശവും തെരഞ്ഞെടുപ്പ് ചൂടും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീലേഖ അടക്കമുള്ളവർ മത്സരരംഗത്തേക്ക് വന്നതോടുകൂടി കളം മാറിയ ഒരു ചിത്രമായിരുന്നു തലസ്ഥാന നഗരിയിൽ ശാസ്തമംഗലം വാർഡിനുള്ളത്. സിറ്റിംഗ് സീറ്റാണ് BJPയുടെ. ആ സീറ്റ് പിടിക്കാൻ BJP ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അട്ടിമറി വിജയം
പ്രതീക്ഷിച്ചുകൊണ്ട് CPM-ഉം കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ 6 ബൂത്തുകളാണ് ഉള്ളത്. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ 7 മണിയോടെ ഈ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയും ചെയ്യുന്നത്. 11,168 വാർഡുകളിലാണ് ഇത്തവണ ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം പ്രാദേശിക വിഷയങ്ങളുണ്ട്. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവേശമുണ്ട്. പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് കൂടിയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തെക്കൻ കേരളത്തെയും മധ്യ കേരളത്തെയും തലസ്ഥാന നഗരം അടക്കമുള്ള ജില്ലകളെയും സംബന്ധിച്ചിടത്തോളം 3 മുന്നണികൾക്കും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിനു മുൻപ് നടക്കുന്ന ഒരു ട്രയൽ റണ്ണോണമാണ് ഈ ഒരു മത്സരത്തെ, ഈ ഒരു തെരഞ്ഞെടുപ്പിനെയൊക്കെ ഓരോ സ്ഥാനാർത്ഥികളും കാണുന്നത്, മുന്നണികൾ കാണുന്നത് എന്നുള്ളതാണ്. കാരണം നഷ്ടമായ മുഖം തിരിച്ചു പിടിക്കാൻ LDF മത്സര രംഗത്ത് സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു. മറുഭാഗത്ത് നഷ്ടമായ സീറ്റുകൾ തിരികെ പിടിച്ച ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് വരാനായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇറക്കി. അതേസമയം തന്നെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചത് അത് വീണ്ടും മറ്റ് വാർഡുകളിലേക്ക് എത്തിക്കാൻ കൂടുതൽ കരുത്ത് കാട്ടാനുമൊക്കെയായി BJP മത്സര രംഗത്തുണ്ട്. പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം, ഒപ്പം തന്നെ വോട്ടിംഗ് ശതമാനം കൂട്ടുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം അതൊക്കെ NDA ക്യാമ്പുകൾക്ക് നൽകുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മറ്റ് 101 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ശാസ്തമംഗലം വാർഡ് തന്നെയാണ്. അതിൽ ശ്രീലേഖ മത്സര രംഗത്തേക്ക് എത്തിയപ്പോൾ മുതൽ തുടങ്ങിയ ചില വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനകൾ, അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ കടന്നു പോകുന്നത്. തീർച്ചയായും ശാലിനി, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വാർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ തന്നെയാണ് ശാസ്തമംഗലം. ഇനി നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 25-ാം നമ്പർ ബൂത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം തലസ്ഥാനത്ത് അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. തെരുവുനായ ശല്യം, മാലിന്യ പ്രശ്നമടക്കം നിരവധി രൂക്ഷ പ്രശ്നങ്ങളുണ്ട്. അതിനൊന്നും ഇതുവരെയും ഒരു പരിഹാരം ഭരണത്തിലിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. എന്തായാലും പ്രജിത്ത്, നമുക്ക് ആ 25-ാം നമ്പർ ബൂത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. എപ്പോഴാകും വോട്ടർമാർ ഇവിടെ വിധി എഴുതാനെത്തുക? ഒപ്പം എല്ലാ സജ്ജീകരണങ്ങളും അത് പൂർത്തിയായിട്ടുണ്ടോ പ്രജിത്ത്? അശ്വതി, എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. ഇപ്പോൾ മോക്ക് പോളിംഗ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിംഗ് സ്റ്റേഷനുകളിലൊന്നാണ് ഈ കവടിയാറിലെ 25-ാം വാർഡിൽ ഉള്ള നമ്മളിപ്പോഴുള്ളത് 25-ാം വാർഡിലെ 3-ാമത്തെ ബൂത്തിലാണുള്ളത്. ഇവിടെ തന്നെ ജവഹർ നഗർ സ്കൂളിൽ തന്നെ 4 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ ഈ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികളുമൊക്കെ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു പ്രധാനപ്പെട്ട വോട്ട് കേന്ദ്രം കൂടിയാണ് ഈ ജവഹർ നഗറിലെ സ്കൂള് എന്നുള്ളത്. ഇതിൽ ഒന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ മുതിർന്ന നേതാവ് O രാജഗോപാൽ, അതോടൊപ്പം തന്നെ ഗവർണർ അടക്കമുള്ളവർ ഈ പോളിംഗ് ബൂത്തിലേക്കായിരിക്കും വോട്ട് ചെയ്യാനെത്തുക. ഒപ്പം രാജകുടുംബാംഗങ്ങൾക്കടക്കം ഇവിടെ വോട്ടുള്ള സ്ഥലമുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അഡ്വക്കേറ്റ് KS ശബരിനാഥൻ, കോൺഗ്രസിന്റെ മുൻ MLA KS ശബരിനാഥന്റെ ബൂത്ത് കൂടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാർഡ് കൂടിയാണ് മത്സരിക്കുന്ന. ഒപ്പം BJPയുടെ നിന്ന് S മധുസൂദനൻ നായർ, ഒപ്പം മറ്റ് സ്ഥാനാർത്ഥികളും നിരവധി ഉണ്ട്. സുനിൽകുമാർ ആണ് LDFന്റെ സ്ഥാനാർത്ഥി. അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ബൂത്ത് സ്റ്റേഷനാണ് തിരുവനന്തപുരം കവടിയാർ നഗറിലുള്ള ജവഹർ നഗർ സ്കൂൾ എന്നുള്ളത്. 4 ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ ഈ മോക്ക് പോളിംഗ് അതിൻ്റെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 3 മുന്നണികളുടെയും പ്രധാനപ്പെട്ട ഇവിടുത്തെ ബൂത്ത് ഏജന്റുമാരടക്കമുള്ളവർ ഇപ്പോൾ മോക്ക് പോളിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരും എങ്ങനെയാണ് ഈ മോക്ക് പോളിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്നുള്ളതാണ് അത് അവർ കൃത്യമായി കാണിച്ചു കൊടുക്കുകയും VVPAT അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിന് മുൻപും സമാനമായ രീതിയിൽ എല്ലാ ബൂത്തുകളിലും ഈ മോക്ക് പോളിംഗ് ചടങ്ങുകൾ അല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കാറുണ്ട്. ഓരോ സ്ഥാനാർത്ഥികളുടെയും ചിഹ്നങ്ങൾക്ക് നേരെയുള്ള വോട്ടിംഗ് രേഖപ്പെടുത്തുന്ന വിഷയത്തിലുള്ള അതിൻ്റെ സ്വിച്ചുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതേ സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണോ ആ വോട്ട് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് തീർച്ചയായും പ്രജിത്ത്, എന്തായാലും മോക്ക് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം 7 മണിയോടുകൂടി വോട്ടർമാർ ആ ബൂത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജിത്ത്, ഒപ്പം അവിടെ എത്ര പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്? അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങൾ, എന്തൊക്കെ ക്രമീകരണങ്ങളാണ്, എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെയൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രജിത്ത്? അശ്വതി, തിരുവനന്തപുരത്ത് ഏതാണ്ട് 70ഓളം
പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത് എന്നുള്ളതാണ്, പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഏതാണ്ട് 70ഓളം പ്രദേശങ്ങളിൽ ഈ രീതിയിലുള്ള സംഘർഷ സാധ്യതകൾക്കുള്ള അല്ലെങ്കിൽ സംഘർഷത്തിനുള്ള സാധ്യതകളൊക്കെ കാണുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം റൂറലിൽ ഏതാണ്ട് 116 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പ്രദേശത്തിനെയും സാഹചര്യം അനുസരിച്ചാണ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമല്ല. പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയാണ് ഗവർണർ അടക്കമുള്ളവർ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇത്രയധികം സെലിബ്രിറ്റികളും പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെ വോട്ട് ചെയ്യാൻ എത്തുന്ന സ്ഥലമാണ്, നഗരപ്രദേശമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും സജീവമായിട്ടുള്ള പ്രദേശങ്ങളൊന്നാണ്, മേഖലകളിലൊന്നാണ് ഈ കവടിയാറിലും വാർഡിലെ ഈ 25-ാം നമ്പർ പോളിംഗ് സ്റ്റേഷൻ എന്നുള്ളത്. വാർഡ് 25-ലെ പോളിംഗ് സ്റ്റേഷൻ എന്നുള്ളത് 4 പോളിംഗ് സ്റ്റേഷനുകൾ ഇവിടെയുണ്ട്. മറ്റൊന്ന് ടെമ്പിൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കുള്ള, അങ്ങനെ ആകെ 5 പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ കവടിയാർ വാർഡിലെ ഈ പോളിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാർഡുമായി ബന്ധപ്പെട്ടുള്ളത്. അങ്ങനെ എല്ലാ സജീവമായുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നിൽ ഇപ്പോഴത്തെ മോക്ക് പോളിംഗ് ചടങ്ങുകൾ അതിന്റെ തീർച്ചയായും പ്രജിത്ത് അവിടെ തന്നെ തുടരുക. കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഇനി നമുക്ക് കൊച്ചിയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. കൊച്ചി എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഗുഡ് മോർണിംഗ്. എളമക്കരയിൽ എന്താകും വോട്ടായി മാറുക? അവിടെ മോക്ക് പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ആ ബൂത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി കോർപ്പറേഷൻ്റെ 5-ാം നമ്പർ ബൂത്ത് എളമക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ 6 മണിയോട് കൂടി തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം ഈ മെഷീനുകളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. ഏത് രീതിയിലായിരിക്കും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ കൃത്യമായൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബൂത്തിൽ 4 ഉദ്യോഗസ്ഥർ ഉണ്ട്. പോളിംഗ് ഏജൻറ്റുമാർ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജൻറ്റുമാർ അടക്കമുള്ള ആളുകളെത്തി കൃത്യമായി തന്നെ ഈ വോട്ടിംഗ് മെഷീനുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഇവർ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുന്നു. മോക്ക് പോളിംഗ് നടത്തി എല്ലാം കൃത്യത എല്ലാം ഉറപ്പാക്കുകയാണ്. അതിനുശേഷം 7 മണിയോടുകൂടി ഇവിടെ വോട്ടർമാർ എത്തിത്തുടങ്ങും. 5-ാം നമ്പർ ബൂത്താണ് കൊച്ചി കോർപ്പറേഷൻ്റെ 5-ാം നമ്പർ ബൂത്ത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 3 ആഴ്ച നീണ്ട പ്രചരണം പ്രമുഖ നേതാക്കളെ ഒക്കെ തന്നെ മുൻനിർത്തിയായിരുന്നു ഇത്തവണ 3 രാഷ്ട്രീയ പാർട്ടികളും ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഗംഭീരമായ കൊട്ടിക്കലാശമൊക്കെ നമ്മൾ കണ്ടതാണ്. 111, അതായത് കൊച്ചി കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും അടക്കം 111 തദ്ദേശ സ്ഥാപനങ്ങളിലെ 2220 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 7374 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 26,67,766 വോട്ടർമാരിൽ 13,88,544 പേർ സ്ത്രീ വോട്ടർമാരാണ്. 12,79,170 പുരുഷ വോട്ടർമാരുമുണ്ട്. കൊച്ചിയിൽ ഇത്തവണ സ്ത്രീ വോട്ടർമാർക്കാണ്, വനിതാ വോട്ടർമാർക്കാണ് പ്രാതിനിധ്യം കൂടുതലുള്ളത്. അതുപോലെ തന്നെ വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. എന്തായാലും ഇത്തവണ വളരെ വാശിയോടുകൂടി നടക്കുന്ന ഒരു വാശിയോടുകൂടി തന്നെയാണ് 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. എന്തായാലും കൊച്ചി കോർപ്പറേഷനിലെ 76 ഡിവിഷനുകൾ, ഈ 76 ഡിവിഷനുകളിലും ഇത്തവണ വലിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കാരണം ഇത്തവണ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചി കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതാണ്. കാരണം ഈ 76 ഡിവിഷനുകളിൽ 25ലും വിജയം ഉറപ്പിച്ച് തന്നെയാണ് NDA ഇത്തവണ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വോട്ടർമാരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ മുൻനിർത്തിയായിരുന്നു NDAയുടെ പ്രചരണം. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ള ഒരു സ്ഥലമാണ് കൊച്ചി. കഴിഞ്ഞ തവണ പലയിടങ്ങളിലും ഭരണം നഷ്ടമായിരുന്നു. എങ്കിലും ഈ LDFനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷൻ മാത്രമായിരുന്നു കഴിഞ്ഞ തവണ LDFന് കിട്ടിയത്. ഇത്തവണ ഈ ഭരണം നിലനിർത്താനായി LDF ശ്രമിക്കുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കാൻ UDFും ഒപ്പം തന്നെ ഈ ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്താനുള്ള ആത്മവിശ്വാസത്തോടുകൂടി 25ഓളം ഡിവിഷനുകളിൽ കൊച്ചി കോർപ്പറേഷൻ്റെയാണ് 25ഓളം ഡിവിഷനുകളിൽ വിജയമുറപ്പിച്ച് തന്നെയാണ് ഇത്തവണ NDA മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ, ഈ 3 മുന്നണികളും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പലയിടങ്ങളിലും ത്രികോണ മത്സരം തന്നെ നടക്കുന്ന മണ്ഡലങ്ങളാണ് കൊച്ചി കോർപ്പറേഷനിലും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും ആലുവ, തൃക്കാക്കര മുനിസിപ്പാലിറ്റികളിലും ഒപ്പം തന്നെ തൃപ്പൂണിത്തറയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു
നഗരസഭ NDA വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ നഗരസഭ. NDA സംബന്ധിച്ചിടത്തോളം ഇത്തവണ അതൊരു വിജയപ്രതീക്ഷയോടുകൂടി തന്നെ പ്രചാരണത്തിലുടനീളം വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു മണ്ഡലം തന്നെയാണ് തൃപ്പൂണിത്തുറ നഗരസഭ. ഒപ്പം തന്നെ ആലുവയിലേക്ക് വരികയാണെങ്കിൽ ആലുവ നഗരസഭ കുത്തക UDF-നാണ് എങ്കിൽ പോലും ഇത്തവണ എല്ലാ സീറ്റുകളിലും NDA സ്ഥാനാർത്ഥികൾ ആലുവ നഗരസഭയിൽ മത്സരിക്കുന്നുണ്ട്. എന്തായാലും 3 മുന്നണികളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ, ആലുവ നഗരസഭകളിലൊക്കെ തന്നെ കൊച്ചി കോർപ്പറേഷനിലടക്കം വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് NDA ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 6 മണിയോടുകൂടി മോക്ക് പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഈ മെഷീനുകളുടെയൊക്കെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. 7 മണിയോടുകൂടി തന്നെ വോട്ടർമാർ ബൂത്തിലേക്ക് എത്തിത്തുടങ്ങും. അശ്വതി, തീർച്ചയായും നിശ്ചയാണ് വളരെ വിശദമായി കൊച്ചിയിലെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി നമുക്ക് കൊല്ലത്തേക്ക് ഒന്നുകൂടി പോകാം. അവിടെ നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, നമുക്കറിയാം കൊല്ലത്ത് ഇപ്രാവശ്യം വളരെ നിർണായകമായൊരു മത്സരമാണ്. 3 മുന്നണികളും കളം പിടിക്കാൻ ഇങ്ങനെ ഒരുങ്ങുകയാണ്. അപ്പോൾ അവസാന നിമിഷം ഈ വോട്ടർമാർ ബൂത്തിലെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും അവരെ സ്വാധീനിക്കുക കൊല്ലത്ത്? തീർച്ചയായും വളരെയധികം പ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും. അതിൽ തന്നെ ഏറ്റവും ചർച്ചയാവുന്നത് വികസനമാണ്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഉയർന്നു വരുന്ന ഒരുപാട് പരാതികളുണ്ട്. ജനങ്ങളൊക്കെ തന്നെ വളരെയധികം മടുത്തിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. കാരണം ഒരു വികസനമില്ലായ്മ അത് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വലിയൊരു മാറ്റം വരണം എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കൊല്ലം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ 22,54,848 വോട്ടർമാരാണുള്ളത്. ഇവരിൽ എത്ര പേരുന്ന പോളിംഗ് കേന്ദ്രത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അതായത് പരമാവധി പേരെ പോളിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിച്ച് തങ്ങൾക്ക് വോട്ട് പിടിക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് മുന്നണികളൊക്കെ. അതിനുവേണ്ട പ്രചാരണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലാകെ 73.83 ആയിരുന്നു പോളിംഗ് ശതമാനം വന്നത്. അതായത് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 66.6% പോളിംഗ് ആയിരുന്നു. ഇത്തവണ അത് കൂടുവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. പരമാവധി പേർ ഈ കേന്ദ്രത്തിലെത്തി വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വിജയപ്രതീക്ഷ എല്ലാ മുന്നണികളും പങ്കുവയ്ക്കുമ്പോഴും അതിൽ NDA സംബന്ധിച്ചിടത്തോളം NDAക്ക് പ്രചാരണ സമയത്ത് തന്നെ പറഞ്ഞതാണ് വികസന സന്ദേശമാണ് അവർ ഓരോ സ്ഥലങ്ങളിലും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി എങ്ങനെയാണ് കേന്ദ്ര പദ്ധതികളടക്കം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതിൻ്റെ വികസന രേഖകളടക്കം ഓരോ സ്ഥലങ്ങളിലും അവർ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് വികസനത്തെക്കുറിച്ച് സംവദിച്ചുകൊണ്ട് തന്നെയാണ് ഈ വോട്ട് ജനവിധി തേടാൻ ഇറങ്ങുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളൊക്കെ പറയുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 56 ഡിവിഷനുകളാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 55. തീർച്ചയായും മനോജ്, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് അടിയന്തരമായി പോകണം മനോജ്. ആലപ്പുഴ നഗരസഭയിലെ തിരുവമ്പാടി ഹൈസ്കൂളിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ആലപ്പുഴയിൽ എന്താണ് അവസ്ഥ? എത്ര വോട്ടർമാരാണ് ആലപ്പുഴയിൽ വിധി എഴുതാനെത്തുന്നത്? ഒപ്പം ആലപ്പുഴയിൽ മോക്ക് പോളിംഗ് എങ്ങനെ പുരോഗമിക്കുകയാണ് സുധീഷ്? അശ്വതി, ഇപ്പോൾ ആലപ്പുഴയിലെ ഓരോ ബൂത്തുകളിലും മോക്ക് പോളിംഗ് നടക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവമ്പാടി ഹൈസ്കൂളിലാണ്. ഇവിടെ 2 വാർഡിലെ ആയിട്ടുള്ള 3 ബൂത്തുകളാണുള്ളത്. അവിടെ 2 ബൂത്തുകളിലെ മോക്ക് പോളിംഗ് പൂർത്തിയായി. ഒരു ബൂത്തിൽ ഇപ്പോൾ മോക്ക് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മോക്ക് പോളിംഗിന് ശേഷം ആ മെഷീനുകൾ അത് സീൽ ചെയ്ത് വെക്കുന്ന ജോലികളാണ് നടക്കുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 72 ഗ്രാമപഞ്ചായത്തുകളും 12 ബ്ലോക്ക് പഞ്ചായത്തും 24 ഡിവിഷനുകൾ ജില്ലാ പഞ്ചായത്തിലേക്കും അതിന് പുറമെ 6 നഗരസഭകളുമാണുള്ളത്. ഇവിടേക്കുള്ള വോട്ടർമാരാണ് ഇന്ന് വോട്ട് ചെയ്യുക. ഗ്രാമപഞ്ചായത്തുകളിൽ 3 വോട്ട് വീതമാണ് ഓരോരുത്തർക്കുമുള്ളത്. നഗരസഭയിൽ 1 വോട്ട് വീതവും. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ കുറച്ചുകൂടി വേഗത്തിൽ പോളിംഗ് പുരോഗമിക്കും എന്നതാണ് കണക്കാക്കുന്നത്. കാരണം ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള വോട്ടുകൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ 3 വോട്ടുകൾ വീതം ഓരോരുത്തരും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടി സമയം കൂടുതലായി എടുക്കും എന്നതാണ് കണക്കാക്കുന്നത്. 60 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇവിടെ എല്ലാം തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനം അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാനമായും കൈനകരി പഞ്ചായത്ത്, കുട്ടനാട്ടിലെ കൈനകരി പഞ്ചായത്തിലടക്കമാണ് അത്തരത്തിൽ പ്രശ്നബാധിത ബൂത്തുകൾ കൂടുതലായിട്ടും ഉള്ളത്. ആലപ്പുഴ നഗരസഭാ പരിധിയിലും പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. ഇന്നലെ വൈകിട്ടോട് തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും
ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിച്ചേർന്നിരുന്നു. അത്തരം ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവിധ സുഗമമായും ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട തീർച്ചയായും സുധീഷ് ഒരുക്കി. അവിടെ തന്നെ തുടരുക. നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നമുക്കിപ്പോൾ സുബിൻ തോമസ് ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. ഇടുക്കിയിലെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് VHS പോളിംഗ് സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം കടുത്ത ദേശപ്പോരുള്ളൊരു ജില്ലയായിരുന്നു ഈ ഇടുക്കി. അതായത് ഈ പ്രചരണ കാലഘട്ടത്തിൽ തന്നെ അവിടെ വിവിധ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ സാക്ഷിയായ ഒരു ജില്ലയാണ് എന്തായാലും ഇടുക്കി. അപ്പോൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാകും അവരുടെ മനസ്സിലുണ്ടാവുക? ഒപ്പം അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇടുക്കിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്? സുബിൻ. ഇടുക്കിയിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നണികൾ ഇടുക്കി ജില്ലയിലെ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതായത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് LDFിലും UDFിലും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതെല്ലാം അവസാന ഘട്ടത്തോടു കൂടിയാണ് അതെല്ലാം പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും നിലവിലിപ്പോൾ ഈ മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വാഴത്തോപ്പ് സ്കൂളിലാണ്. വാഴത്തോപ്പ് ഗവൺമെന്റ് VHS സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളുടെ ആളുകളും എത്തി ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആദ്യഘട്ട പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇനിയിപ്പോൾ ഈ വോട്ട് ഇടുന്നതിനായി ഉള്ള അതായത് സമ്മതിദായകർ എത്തേണ്ട ഒരു താമസം മാത്രമേ എന്തായാലും ഉള്ളൂ. വിപുലമായ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ ജില്ലയെ സംബന്ധിച്ചൊരു വലിയ ജില്ല തന്നെയാണ്. അതായത് നിരവധി ഏകദേശം 52 ഗ്രാമപഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉൾപ്പെടെ വോട്ടുണ്ട്. അതായത് 52 പഞ്ചായത്തുകളിലായി ഏകദേശം 834 വാർഡുകളുണ്ട്. അതിൽ 2795 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ആകെ 1192 പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട്. 52 ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 നഗരസഭകൾ, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടുന്ന 63 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് നിലവിൽ ഇപ്പോൾ ഒരു ഇടുക്കി ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 4768 ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 83 പ്രശ്നബാധിത ബൂത്തുകളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. അവിടെ പ്രത്യേക വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലാകെ 3100 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അതായത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 2494 സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 310 സ്ഥാനാർത്ഥികളുമുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് 61 സ്ഥാനാർത്ഥികളാണുള്ളത്. നഗരസഭകൾ 2 നഗരസഭകളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. അതായത് തൊടുപുഴ നഗരസഭയും കട്ടപ്പന നഗരസഭയും. ഇവിടെ 2 നഗരസഭകളിലുമായി 235 പേരും മത്സരിക്കുന്നുണ്ട്. പ്രധാനമായും ഈ പോലീസ് ക്രമീകരണങ്ങൾ, അതായത് 17 DYSPമാരെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ പ്രത്യേകമായി നിയമിച്ചിട്ടുള്ളത്. 51 ഇൻസ്പെക്ടർമാരുണ്ട്. അതോടൊപ്പം തന്നെ 1842 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും 84 ഹോം ഗാർഡുകളെയും ക്രമീകരിച്ചുകൊണ്ട് വിപുലമായ ക്രമീകരണങ്ങൾ ഇടുക്കി ജില്ലയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഈ മുന്നണികളെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണുള്ളത്. അതായത് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 74.64 ആയിരുന്നു ഒരു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ അതിൽ കൂടുതൽ ഉണ്ടാകും. അതിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്. മുമ്പ് ഇടുക്കി ജില്ലയിൽ LDFന് മുൻതൂക്കം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതായത് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് LDF ആണ്. അതോടൊപ്പം തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നത് LDF ആണ്. ഭരിച്ചു. പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ LDFന് നേരിയ മുൻതൂക്കമുണ്ടായിരുന്നു. ഇത്തവണ NDAയും അതോടൊപ്പം തന്നെ BJPയും കടുത്ത ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. സുബിൻ തുടരുക. നമുക്ക് തലസ്ഥാനത്തേക്ക് ഒന്നുകൂടി പോകാം. അവിടെ നിന്നും പ്രജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ 25-ാം നമ്പർ ബൂത്ത് നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഗവർണറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും അടക്കം എത്തുന്ന ഒരു ബൂത്താണ്. അപ്പോൾ അവിടെ മതിയായ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ടോ? ഒപ്പം ഈ പോലീസ് സേനയൊക്കെ വിന്യസിച്ചിട്ടുണ്ടോ? ഒപ്പം അറിയേണ്ടത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ അധികം എത്താനുള്ളൊരു സാധ്യത അത് എത്രത്തോളമാണ്?
ശ്രീ, ഇവിടെ ഏതാണ്ട് ഈ 6000-വും 6500-നും ഇടയിലുള്ള വോട്ടർമാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 4 ബൂത്തുകളിലായി വലിയ രീതിയിലുള്ള തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അതോടൊപ്പമാണ് നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ അതിലൊരു തിരുത്തുണ്ട്. ശ്രീ, സുരേഷ് ഗോപിക്ക് ഇവിടെയല്ല, ശാസ്തമംഗലത്തെ സ്കൂളിലാണ് സുരേഷ് ഗോപിയുടെ വോട്ടുള്ളത്. ഇവിടെ ഗവർണർ, അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുതിർന്ന BJPയുടെ നേതൃത്വ നേതാവായിട്ടുള്ള O രാജഗോപാൽ, അതോടൊപ്പം ഇവിടെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇവിടെ പ്രധാനമായും വോട്ടുള്ളത്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വോട്ടും ഈ പോളിംഗ് ബൂത്തിൽ അല്ലെങ്കിൽ ഈ പോളിംഗ് കേന്ദ്രത്തിലായിരിക്കും. കവടിയാർ വാർഡിലെ 5 ബൂത്തുകളിൽ 4 ഈ സ്കൂളിൽ കവടിയാർ ജവഹർ നഗർ സ്കൂളിനോട് കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ തിരക്കുള്ള അല്ലെങ്കിൽ വലിയ വോട്ടർ പട്ടികയുള്ള ഒരു ബൂത്ത് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പോളിംഗ് സെൻറ്റർ കൂടിയാണ് ഈ ജവഹർ നഗർ സ്കൂൾ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും രാവിലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് പറയാം. തിരക്ക് ഇപ്പോൾ രാവിലെ അങ്ങനെ തിരക്കൊന്നും ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ വലിയ തിരക്ക് നിയന്ത്രണമൊക്കെ ഉണ്ടാകുകയാണെന്ന സാഹചര്യം വരുമ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളില്ല, എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന 3-ാം നമ്പർ ബൂത്തിലെ മോക്ക് പോളിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യസമയത്ത് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം 3 മുന്നണികളും ഒരുപോലെ അഭിമാന പോരാട്ടമായി കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ഈ പോരാട്ടം എന്നുള്ളത്. നമ്മൾ എടുത്തു പറയുമ്പോൾ LDFന് അവർക്ക് കോർപ്പറേഷനിൽ ഭരണ തുടർച്ച തുടരാനുള്ള 51 സീറ്റുകളാണ് നിലവിൽ, അല്ലെങ്കിൽ 51 സീറ്റുകൾ നേടിയാണ് ഇപ്പോൾ അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. 34 സീറ്റുകളുമായി NDA രണ്ടാമത്തെ പ്രബലമായ കക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷം 10 സീറ്റുകൾ മാത്രമുള്ള UDF മൂന്നാമതും നിൽക്കുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു നിലവിലത്തെ സീറ്റ് നിലയിരുന്നുള്ളത്. ഇത് ഒന്നെങ്കിൽ ഈ ഭരണം നിലനിർത്തുക എന്നുള്ളത് LDFന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ആദ്യമായി അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ 34-ൽ നിന്നും വലിയൊരു വിജയം അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വലിയൊരു വിജയം കൊയ്യാമെന്നുള്ളത് BJPയും NDAയും പ്രതീക്ഷ വയ്ക്കുമ്പോൾ നില മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്, കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിട്ടുള്ള നാണക്കേടിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് UDF ലക്ഷ്യമിടുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന, പ്രത്യേകിച്ച് ഒരു മുൻ DGP അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ K ശബരിനാഥിനെ പോലെ കേരളത്തിലെ UDFൻ്റെ ഒരു യുവ MLA ആയിരുന്ന ആൾ, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പല തലങ്ങളിലുള്ള ആളുകൾ മത്സരിക്കുന്നു. ഇപ്പോൾ മുൻ DGP മുതൽ വീട്ടമ്മമാർ വരെ മത്സരിക്കുന്ന ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ വീറും വാശിയും അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. നമുക്ക് ശാസ്തമംഗലത്തേക്കൊന്ന് പോകാം. അവിടെ ശാലിനിയുണ്ട്. ശാലിനി, നമുക്കറിയാം ശാസ്തമംഗലത്ത് തീപ്പാറും പോരാട്ടമാണ്. എന്തായാലും ഈ പ്രചരണ കാലത്ത്, അതായത് ഈ 3 മുന്നണികളും അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താവുന്നതാണ് ഈ ഘട്ടത്തിൽ. അശ്വതി, കൊണ്ടും കൊടുത്തുമുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ 30 ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രചാരണ വേളയിൽ ഓരോ മുന്നണികളും കാഴ്ചവെച്ചത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശാസ്തമംഗലം എന്ന് പറയുന്ന വാർഡിലേക്ക് മുൻ DGP കൂടിയായിരുന്ന R ശ്രീലേക്ക് എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചകൾ വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് അവരുടെ BJPയിലേക്കുള്ള രംഗപ്രവേശം, BJP മെമ്പർഷിപ്പ് വാങ്ങിയത്, അതിനുശേഷം പിന്നീട് സ്ഥാനാർത്ഥിയായുള്ള പ്രഖ്യാപനം, ഒരു DGP, ഒരു IPS ഉദ്യോഗസ്ഥ ഒരു വാർഡിലേക്ക്, ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിയിരുന്നു. BJP എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രതിനിധി എവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ശാസ്തമംഗലം എന്നുള്ളത് ഓൾമോസ്റ്റ് സേഫായിട്ടുള്ള ഒരു മേഖലയാണ്, സേഫായിട്ടുള്ളൊരു വാർഡാണ്, സിറ്റിംഗ് സീറ്റാണ്. മുൻപ് ശാസ്തമംഗലം എന്ന് പറയുന്ന വാർഡ് ഇപ്പോൾ കവടിയാറിലെ സ്ഥാനാർത്ഥിയായ മധുസൂദനൻ നായരുടെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ മധുസൂദനൻ നായർ കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ ഓരോ മേഖലകളിലും ഓരോ വീടുകളും കയറി ഇറങ്ങി അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു. മോദിജി കൊണ്ടുവന്ന ഓരോ പദ്ധതികളും, സ്വപ്ന പദ്ധതികളും ഓരോ
വീടുകളിൽ എത്തിച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം ശാസ്തമംഗലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് വോട്ടേഴ്സ് ഉള്ള ഒരു മേഖലയാണ്. കാരണം പല ജില്ലകളിൽ നിന്നായിട്ട് ഇവിടെ എത്തി ഇവിടെ സ്ഥിരതാമസമാക്കിയ ഒരുപാട് ആളുകളുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ VIP വോട്ടർമാരൊക്കെ കൂടുതലായിട്ടുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു വാർഡ് കൂടിയാണ് ശാസ്തമംഗലം എന്നുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ RKD NSS HSSലെ റൂം നമ്പർ 24 അതായത് പോളിംഗ് സ്റ്റേഷൻ ബൂത്ത് നമ്പർ 5-ലുള്ള ദൃശ്യങ്ങളാണ്. മോക്ക് പോളിംഗ് ഒക്കെ നടന്ന് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. വോട്ടേഴ്സൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം അരമണിക്കൂർ തികച്ചില്ല പോളിംഗിലേക്ക് കടക്കാനായി. 7 മണിയോടുകൂടി തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടേക്ക് എത്തി പോളിംഗ് ചെയ്യും അല്ലെങ്കിൽ വോട്ട് ചെയ്യും ബൂത്ത് നമ്പർ 3 എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ വ്യക്തികളടക്കമുള്ളവർ ഇവിടെ എത്തി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. നിലവിലെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ ആയിരിക്കും ഒരു പക്ഷേ പോളിംഗ് ശതമാനം കൂടാനുള്ള സാഹചര്യങ്ങളുമുള്ളത്.